ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാചകം ഞാൻ എടുക്കുക. അദ്ദേഹം പറഞ്ഞത് സൂക്ഷ്മത പാലിക്കണം എന്നാണ്. ആ വാചകമാണ് ഞാൻ ഈ പ്രതികരണത്തിൽ പറഞ്ഞത്. കാരണം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്ത കാര്യമാണ് അതിന്റെ വാർത്തയും തലക്കെട്ടുമായി വന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളോട് സൂക്ഷ്മത പുലർത്തണം. കാരണം ചാടിക്കേറി പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഞാൻ അനുസരിക്കണമെന്ന് സ്വാഭാവികം. എന്നാൽ അദ്ദേഹം പറയാത്തൊരു കാര്യമാണ് വാർത്തയായി വന്നത്. അദ്ദേഹത്തോട് നിരന്തരമായി ആവർത്തിക്കപ്പെട്ടൊരു ചോദ്യം. ആ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു സൂക്ഷ്മത കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഒരാള് യുവ നേതാക്കന്മാർ സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ പറയണം ഇല്ല ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല, കൊന്നാലും ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല എന്ന് പറയുകയല്ലോ. അദ്ദേഹം സ്വാഭാവികമായിട്ടും യുവതലമുറയോട് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിന് വളരെ പോസിറ്റീവായിട്ടാണ്, സൂക്ഷ്മതയോട് കൂടിയിട്ടാണല്ലോ പൊതുപ്രവർത്തനം പ്രവർത്തിക്കുന്നത്. അത് ഓർമ്മപ്പെടുത്തി. അതൊന്നും സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അതൊക്കെ നിങ്ങൾ വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിച്ചെടുക്കുന്ന വാക്കുകളല്ലേ. അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് നിരന്തരമായി ചോദിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു യുവ നേതാക്കന്മാർ സൂക്ഷ്മത പുലർത്തണം. അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തെ പോലുള്ള ആള് യുവ നേതാക്കന്മാർ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്നത് അത് യുവ നേതാക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവരെ നശിച്ചു പോയിട്ട് ഇത് എഴുതിയിട്ടാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ വിലയിരുത്തല് മുതിർന്ന നേതാക്കന്മാർക്കില്ല. അങ്ങേക്കുണ്ടെങ്കിൽ അവരെ ബഹുമാനത്തോടെ സ്വീകരിക്കണം.